ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം, അതായത് 30-ാം തീയതി ന്യൂ ഇയറിൻ്റെ ഈവിൻ്റെ തലേ ദിവസം ഞങ്ങളൊന്ന് കോവളം ബീച്ചൊന്ന് വിസിറ്റ് ചെയ്യാൻ പോയി. സാധാരണ നമ്മൾക്ക് ഷെഫുമാർക്ക് ഈ ഫെസ്റ്റിവൽ സീസൺസും പബ്ലിക് ഹോളിഡേയ്സൊന്നും നമുക്ക് ബാധകമല്ല. അന്നൊക്കെ നമ്മൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ടൈഡപ്പ് ആവും. നോർമലി ആ ദിവസങ്ങളിലാണല്ലോ നമുക്ക് കൂടുതൽ ഗസ്റ്റ് വരിക. അപ്പോൾ അതുകൊണ്ടൊരു ദിവസം നിർബന്ധമായിട്ട് കുറേ നാളെ നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് അങ്ങനെ വിചാരിച്ചു എന്നാൽ കോവളം ബീച്ച് പോകാം. അങ്ങനെ ലേറ്റ് ഈവനിങ് ഒരു 5:30-6 മണിക്ക് ശേഷം ഞങ്ങളൊന്ന് കോവളം ബീച്ചിൽ പോയി. ഞങ്ങൾ കുറച്ച് ഷോപ്സിലൊക്കെ കയറി കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ്, ബീറ്റിൽസ് കഫേ, നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല വൈബാണ്. ഞങ്ങളവിടെ പോയി ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. ആദ്യം ഞങ്ങളൊരു ഹോട്ട് ബിവറേജ് ഓർഡർ ചെയ്തു, പിന്നെ ഒരു ജിഞ്ചർ ഹണി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് അനിയൻ ആൻഡ് ചീസ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിച്ചുകൊണ്ട സമയത്ത് ബിനു ഷെഫും കൂടിയാണ് കേട്ടോ. ഒരു സെറ്റ് ഓഫ് ബ്രുഷേട്ടാസ് കഴിച്ചു. ചീസ് ബഗറ്റ്, പെസ്തോ ബഗറ്റ്, പിന്നെ മിനി കേരള പറാട്ടാസ് ടോപ്പ് വിത്ത് അനിയൻ ടൊമാറ്റോസ് ഒക്കെയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. അപ്പം അത് ഈവനിങ്ങിലൊരു നല്ലൊരു ക്വിക്ക് സ്നാക്കായിട്ട് കിട്ടി. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു വേറെ എന്തെങ്കിലും ഡിഷ് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു പിസ്സ മാർഗരേറ്റ ഓർഡർ ചെയ്തു. നല്ല തിൻ ക്രസ്റ്റുള്ള ഒരു പിസ്സ മാർഗരേറ്റ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വരുന്ന സമയപ്പോഴേക്കും ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ ബ്രുഷട്ടാസും ഫിനിഷ് ചെയ്തു. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും പിസ്സ അത്യാവശ്യം വലിയ പിസ്സയായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് നോക്കി അത് എങ്ങനെയുള്ളത്. നല്ല തിൻ ക്രസ്റ്റ്, നല്ല ചീസ്, ലോഡഡ് ചീസ് വിത്ത് ബേസിൽ ലീവ്സ് ആൻഡ് ക്രഞ്ചി ടൊമാറ്റോസ്, നല്ല ടൊമാറ്റോ സോസൊക്കെ എല്ലാം ഒരു റൈറ്റ് കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വളരെ സാവധാനം പതിയെ നമ്മൾ സമയമെടുത്ത് കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും അതിന് ഒരു 3/4 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മെയിൻ കോഴ്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നാൽ എന്താ ഓർഡർ ചെയ്യാമെന്ന് കുറേ നേരം മെനു ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി ഒരു ഗ്രിൽ ഫിഷ് ഓർഡർ ചെയ്താണ്. ഗ്രിൽ ഫിഷ് ഇൻ ദ സെൻസ് അത് എനിക്കൊന്ന് കിങ് ഫിഷാണ്, റാപ്ഡ് ഇൻ ബനാന ലീവ്സ്, സെർവ്ഡ് വിത്ത് ചപ്പാത്തി. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫുള്ളായി. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് പിന്നെ കഴിച്ച് തീരാൻ പറ്റുമെന്ന്. എന്നാൽ നമ്മൾ ഓർഡർ ചെയ്തു. നമ്മൾ രണ്ടും കൂടെ വിചാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ച രീതിയിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിലത് ഗ്രിൽ ചെയ്ത് അത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും ഞങ്ങൾ അത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഫ്രൈഡ് ചില്ലിയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടാണ് കഴിച്ചത്. അത്യാവശ്യം നല്ലൊരു പോർഷനും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല റാപ്പുമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒന്നും സ്പില്ലാകാതെ അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല രീതിയിലത് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു. ഫ്രഷാണ്. അപ്പോൾ അത് നല്ല പൊള്ളിച്ച മസാല ഉണ്ടായിരുന്നു. അപ്പം അത് നല്ലൊരു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷിങ് ഇതുണ്ടായിരുന്നു സ്പൈസസിൻ്റെയൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചൊരു ചെറിയ പീസ് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ഹോട്ട് ആൻഡ് യമ്മി ആയിരുന്നു കേട്ടോ. വളരെ നല്ല സൂപ്പറായിട്ടത് കുക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് കുക്കിംഗ് ആയിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിനോട് ഇവിടെ പറഞ്ഞിറങ്ങി.